ബജറ്റിലെ ഭക്ഷ്യവകുപ്പിന് പരിഗണന ലഭിച്ചില്ല എന്ന കാര്യത്തിൽ തുറന്ന് സമ്മതിച്ച മന്ത്രി GR അനിൽ. സപ്ലൈകോ കുറേയേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന ഘട്ടമാണിത് എന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. ഫണ്ട് കുറഞ്ഞതല്ല സപ്ലൈകോയിലെ പ്രതിസന്ധിക്ക് കാരണം. ജനങ്ങളുടെ മനസ്സിൽ സർക്കാരിനെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്, അതിനനുസരിച്ചുള്ള ഒരു സമീപനം ഉണ്ടാകണമെന്നും ധനമന്ത്രിയുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തുമെന്നും GR അനിൽ പ്രതികരിച്ചു. ആവശ്യപ്പെട്ട തുകയിൽ ഒരുപാട് കുറഞ്ഞിട്ടാണോ അനക്കഷം വന്നത്? കുറഞ്ഞതല്ലല്ലോ, ആ വിഷയങ്ങൾ ഞാനിപ്പം പറയുന്നില്ല. തുക കുറഞ്ഞതായിട്ടുള്ള വിഷയമല്ലല്ലോ. കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ രംഗം വിശേഷിച്ച് ഇപ്പോൾ സപ്ലൈകോ കുറേയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങളുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഒരു സമീപനം കൂടുതൽ ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. ശരി, അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, പണം കുറഞ്ഞതും ഒരു പ്രശ്നം തന്നെയാണ്. സപ്ലൈകോ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തീർച്ചയായും അനൂപ് ഉണ്ടല്ലോ അല്ലേ? അനൂപ്, ഈ പ്രതിസന്ധി നമുക്കറിയാം, കൃത്യമായ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിയായിക, ശമ്പളം വരെ പ്രശ്നത്തിലാകുമോ എന്ന ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം ഇതൊക്കെയുണ്ട്. അപ്പോൾ പണം ഒരു പ്രധാന ഘടകമാണ്. അദ്ദേഹം അതല്ല പ്രശ്നമെന്ന് പറയുന്നുവെങ്കിലും മറ്റെന്തൊക്കെയാണ് മന്ത്രി സൂചിപ്പിച്ചത്? സപ്ലൈകോയെ സംബന്ധിച്ച് ഫണ്ടല്ല പ്രശ്നമെന്നാണ് മന്ത്രി പറഞ്ഞു തുടങ്ങിയത്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അദ്ദേഹം പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സർക്കാരിനെ കുറിച്ച്, കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരുന്ന തരത്തിലുള്ള ഒരു വിഹിതം അല്ലെങ്കിൽ ഒരു പരിഗണന ഭക്ഷ്യവകുപ്പിന് ഉണ്ടായിട്ടില്ല എന്ന നിലയിലാണ് മന്ത്രിയുടെ പ്രതികരണം വന്നത്. പക്ഷേ വളരെ ജാഗ്രതയോടുകൂടിയാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ മന്ത്രി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഫണ്ട് സംബന്ധിച്ച വിഷയങ്ങളൊക്കെ മുന്നണിക്കകത്ത് അതല്ലെങ്കിൽ മന്ത്രിമാർ തമ്മിലൊക്കെ സംസാരിക്കുന്നതാണ് പൊതുരീതി, അങ്ങനെ തന്നെ സംസാരിക്കും. പക്ഷേ ധനമന്ത്രിയുമായി ഞാൻ സംസാരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കേരളത്തിൽ ഫണ്ട് സംബന്ധിച്ച പ്രശ്നം, ബജറ്റിൽ കാര്യമായ പരിഗണന ലഭിക്കാത്ത വിഷയമൊക്കെ ഭക്ഷ്യവകുപ്പ് നേരിടുമ്പോൾ തന്നെ മറ്റൊരു പ്രതിസന്ധി ഉള്ളത്, സംസ്ഥാനത്ത് അരി വില കുതിച്ചു വരാൻ പോവുകയാണ്. ഉത്സവ സീസണാണ്. ഈ ഘട്ടത്തിൽ സാധാരണ നിലയിൽ നേരത്തെ ചെയ്യാറ് FCIയിൽ നിന്ന് അരി എടുത്ത് അത് ലേലത്തിൽ പിടിച്ച് അത് പൊതുവിപണിയിലേക്ക് സർക്കാർ കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഇത്തവണ കേന്ദ്ര സർക്കാർ നയം മാറ്റിയിരിക്കുന്നു. ഈ FCIയിൽ നിന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാരിനോ സർക്കാർ ഏജൻസികൾക്കോ അരി വാങ്ങാൻ കഴിയില്ല എന്ന നിലയിലേക്കുള്ളൊരു, ഈ ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു. അതും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അരിവില കൂടാൻ സാധ്യതയുണ്ടാകും. അതുകൊണ്ട് ഇന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായി നമ്മുടെ സംസ്ഥാനത്തെ ഭക്ഷ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ കുറച്ചധികം കൂടി വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ശരിയാണ്.